Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. മുഖ്യമന്ത്രി രാജിവെക്കുകയെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തുടനീളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നുണ്ട്. എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധം KPCC മെമ്പർ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്നെല്ലാം കേരള സംസ്ഥാനത്ത് വ്യത്യസ്തങ്ങളായ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ, അന്നെല്ലാം സ്വന്തം സാമ്പത്തിക ലാഭത്തിനും മറ്റു ജനവിഭാഗങ്ങളെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് തന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായി തനിക്ക് ജനാധിപത്യ വിധിപ്രകാരം ലഭ്യമാകുന്ന അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്ത ചരിത്രങ്ങളെ കുറിച്ച് നമുക്ക് വളരെ നീണ്ട ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കഴിഞ്ഞൊരു 10 ദിവസമായി 15 ദിവസമായി എന്തെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കേരള സംസ്ഥാനത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരുന്നുവോ അതെല്ലാം മാർക്സിസ്റ്റുകാർ ഏറ്റുമാടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ ഈ നാട്ടുകാരനായ PV അൻവർ പറഞ്ഞ നിരവധി ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കിടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് തന്റെ ഇടത്തോടു കൂടിയുള്ള ഒരു മറുപടി പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ? ആരോപണങ്ങൾ വന്ന് ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കുമ്പോഴും എനിക്കത് ബാധകമല്ല എന്ന പിണറായി വിജയനും ഞാൻ അദ്ദേഹത്തെ കുറിച്ചല്ല പറയുന്നത് എന്ന് അൻവറും പറഞ്ഞു കുറെ ആക്കാനും പോക്കാനും കളി ഇവിടെ നടന്നു. പക്ഷേ അവസാന ഘട്ടം എത്തിയപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അതിന്റെ കാര്യങ്ങൾ? പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് തടസ്സപ്പെട്ടത് കൊണ്ടാണോ MLA PV അൻവർ ഇതുപോലെയുള്ള ആരോപണം ഉന്നയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് വിലയിരുത്താം, നിങ്ങൾ ജനങ്ങളോട് ചോദിക്കൂ എന്നാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന പത്രസമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത് നമുക്ക് ഓരോരുത്തർക്ക് പറയാം. തിരിച്ച് PV അൻവർ തിരിച്ചു മുഖ്യമന്ത്രിയോട് പറയുന്നു, സ്വർണം പൊട്ടിക്കലടക്കം സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് എന്ന്. ആ ശശിയെ ഒന്ന് മാറ്റി നിർത്തിയാൽ ആ കൂരമ്പുകളെല്ലാം ചെല്ലുന്നത് പിണറായി വിജയന്റെ നെഞ്ചിലേക്കാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിൽ വന്നപ്പോ മാർക്സിസ്റ്റ് പാർട്ടി ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അൻവറിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലായിടത്തും അഴിമതിയുടെ കൂത്തരങ്ങായി നിൽക്കുന്നു. പോലീസ് ഇതുപോലെ നിഷ്ക്രിയമായ ഒരു ചരിത്രം CA കരീം ഇവിടെ സൂചിപ്പിച്ചു. ഇതുപോലെ പോലീസ് നിഷ്ക്രിയമായ ഒരു ചരിത്രം, ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്ക് മാത്രം നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു പോലീസ് രാജ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് E. കരീം അധ്യക്ഷനായി. UDF ഏറനാട് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് KK അബ്ദുള്ളക്കുട്ടി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജീവ് മാസ്റ്റർ, അനൂപ് മൈത്ര, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MK ഉമ്മർ ഖത്താബ്, ഷിഹാബ്, CT റഷീദ് അലി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് ആരുന്തൊടിക, സൈഫുദ്ദീൻ കണ്ണനാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാന പ്രകാരം കേരളത്തിലെ 282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പ്രതിഷേധ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം, കേരളത്തിലെ പോലീസ്
ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സ്കോട്ട്ലാൻഡ് പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സ്കോട്ട്ലാൻഡ് പോലീസിന്റെ അത്രയും കഴിവ് തെളിയിച്ച കേരളത്തിന്റെ പോലീസ് ഇന്ന് പൊതുജന മധ്യത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു കാലഘട്ടം കേരളത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ ഇല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ADGPയെ പോലെയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സ്വർണം പൊട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്തിൽ അഴിമതി നടത്തുന്ന രീതിയിൽ, അതുപോലെ തന്നെ SP മാര് ഇതുപോലെ പോലീസിനെ മാഫിയവൽക്കരിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ADGPയുടെ നേതൃത്വത്തിൽ RSSന് വിടുവേല ചെയ്യുന്ന പിണറായി വിജയന്റെയും RSSന്റെയും അവരുടെ പദ്ധതികൾക്ക് തൂക്കുപാലമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി തൃശൂർ ലോകസഭ സീറ്റ് BJPക്ക് അനുകൂലമാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, അങ്ങനെ BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ചുകൊണ്ട് പിണറായിക്ക് ശേഷം പ്രളയം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും നമ്മൾ കോൺഗ്രസോ പ്രതിപക്ഷമോ പറയുന്ന കാര്യമില്ല. ഇന്ന് നായ്ക്ക് 40 വട്ടം എന്ന പോലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ പത്രസമ്മേളനം നടത്തി ഭരണപക്ഷ MLA ആണ് ഇതുപോലെ ഈ പോലീസിന്റെ അഴിമതിക്കെതിരെ, അതുപോലെ തന്നെ പോലീസിന്റെ മാഫിയാവൽക്കരണത്തിനെതിരെ ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.